മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ മാനസിക ആരോഗ്യ ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നും അത്തരമൊരു ചോദ്യവും ചർച്ചയുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ എത്തുന്നത്. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള സിസ്റ്റർ ഡോക്ടർ ഡോണയാണ്. സിസ്റ്ററെ, സ്വാഗതം. ഒപ്പം നമ്മോടൊപ്പം ഇന്ന് ഒരു വിശിഷ്ട വ്യക്തി കൂടിയുണ്ട്. കൂഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലറായിട്ടുള്ള ബിനിത ബേബിയാണ്. മാം, സ്വാഗതം. മാം ഇപ്പോൾ സ്കൂളുകളിലും മറ്റ് ഫാമിലി ഓറിയന്റഡ് ആയിട്ടും അംഗൻവാടീസിലൊക്കെ വർക്ക് ചെയ്യുന്ന, അപ്പോൾ ആ ഒരു മേഖലകളിൽ ഇത്തരം കുട്ടികളെ ഓട്ടിസം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനായിട്ട് മനസ്സിലാക്കി അവർ ചികിത്സ നേടാറുണ്ടോ? ഇത് മിക്കവാറും പാരൻസിനെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. സാധാരണ നമ്മൾ മറ്റു കുട്ടികളെ വെച്ചിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാനും പറ്റില്ല. എങ്ങനെയാണല്ലോ ആ കുട്ടി ചെയ്യുന്നത് പറയാൻ പറ്റില്ല. പക്ഷെ അവരെ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടീനെ. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, 1-2 മക്കളുള്ളൂ. മിക്കവാറും പാരൻസ് ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ അവർക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്കൂളിൽ വരുമ്പോൾ, ഞാൻ കൗൺസിലർ ആയതുകൊണ്ട് തന്നെ അവർ നമ്മുടെ അടുത്ത് വരും. ടീച്ചേഴ്സ് റെഫർ ചെയ്തിട്ടായിരിക്കും ക്ലാസ്സിൽ തീരെ അറ്റൻഷൻ അല്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മളവിടെ ഇരുന്ന് സംസാരിച്ച് അവരോട് എഴുതിപ്പിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അവർക്ക് എന്താണ് പ്രോബ്ലം. കാരണം അവർ ബുദ്ധിമാനിയുള്ള കുട്ടിയുടെ പോലെയല്ല ഇവരെ നമുക്ക് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഓട്ടിസമുള്ള കുട്ടികളെ. സാധാരണ അപ്പോൾ പാരൻസിനായാലും എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ടീച്ചർ വെറുതെ പറയാണല്ലോ എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞ് പാരൻസിനെ വിളിച്ച് സംസാരിച്ചിട്ടാണ് കുട്ടി ഇങ്ങനെ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്, നമുക്കത് ഇപ്പോഴേ തുടങ്ങിയാലാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു അറ്റൻഷൻ ആയിരിക്കാം, അവർ ചേർത്ത് പിടിക്കലാണ് മിക്കവാറും. കാരണം മറ്റു കുട്ടികൾ ഇവർ അംഗീകരിക്കില്ല, അവർ വളരെ പ്രശ്നമാണെന്നാണ് കുട്ടികൾ നമ്മളോട് പറയുന്നത്. പക്ഷേ കുട്ടികളുടെ ഒരു മാനസികമായ അവസ്ഥയാണ്. കാരണം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഒരു അവസ്ഥയാവുമ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയും. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അവർ നമ്മുടെ എല്ലാ വിശേഷവും പറയും. അത് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ പിന്നെ അവരൊന്നും നമ്മോട് സംസാരിക്കാനോ അതുപോലെ നമ്മൾ പറയുന്നത് കേൾക്കാനോ അവർ തയ്യാറാവാറില്ല. മിക്കവാറും ഞാൻ കുട്ടികൾ ഒരുപാട് കേൾക്കാനും അവരെ കൂടെ ചേർന്ന് നിൽക്കാനും ശ്രമിക്കാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് വരുന്ന കുട്ടികൾക്കൊക്കെ എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പാരൻസിനും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് നമുക്കൊരു പരിധിവരെ അവരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാം, ഇപ്പോൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇങ്ങനെ ഇത്തരമുള്ള കുട്ടികളെ കാണുമ്പോൾ പാരൻസിൻ്റെ അടുത്ത് നമ്മൾ നോർമലി ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് റെഫറൻസ് ചെയ്യാറുണ്ട് ഇവരെങ്ങനെ ക്ലിനിക്കൽ ഇതിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പം അങ്ങനെ പറയുമ്പോൾ പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോണ്ട് എങ്ങനെയാണ്? പാരൻസ് ഒരിക്കലും അത് അംഗീകരിക്കാറില്ല. കാരണം തൻ്റെ കൊച്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയും അത് ഇവരുടെ അച്ഛൻ എങ്ങനെയായിരുന്നു, അമ്മ എങ്ങനെയായിരുന്നു, ഫാമിലിയിൽ ദേഷ്യമുള്ള കുട്ടികളുണ്ട്, അങ്ങനെയുള്ളത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും, ഒരു കുറച്ച് നാളെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ തിരിച്ച് പറയും. അപ്പോൾ നമ്മൾ പറയും അതല്ല, മറ്റുള്ള കുട്ടികൾക്ക് അപേക്ഷിച്ച് ഇവന് എന്തോ ഒരു പ്രശ്നമുണ്ട്. എഴുതുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴായാലും മിക്കവാറും അവർ നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. സിസ്റ്റർ പറഞ്ഞ പോലെ അവർക്കത് കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പറയും അവരുടെ ചില സമയത്ത് അവരുടെ ലോകത്താണ്, നമ്മളിങ്ങനെ വിളിച്ചാലും വരില്ല, അവർ നമ്മളിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് സമയം എടുക്കും പാരൻസ് നമ്മളത് കൺവിൻസ് ചെയ്യിക്കാനായിട്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയും അവർക്ക് എന്തെങ്കിലും രീതിയിൽ അവർക്ക് വേറെ രീതിയിലായിരിക്കും. മിക്കവാറും പാരൻസിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ പഠിച്ച് നല്ല മാർക്ക് കിട്ടി നല്ല ജോലി കിട്ടണം എന്നാണ് ആഗ്രഹം. ഇവർക്കൊരിക്കലും അങ്ങനെ അക്കാദമിക് ഇയറിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ മിക്കവാറും പറ്റാറില്ല. അപ്പം നമ്മൾ പറയാറുണ്ട് അവർ വേറെ കഴിവുകളുണ്ടായിരിക്കും. മാത്രമല്ല അവർക്ക് വേറെ രീതിയിൽ കുട്ടികൾ നല്ല പടം വരയ്ക്കുന്നവരുണ്ട് ഇതിലുള്ളവർ. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യമേ കൊണ്ട് ചെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ട്രെയിനിങ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമ്പോൾ മിക്ക പാരൻസും തന്നെ മക്കളുടെ ഭാവി ആലോചിച്ചിട്ട് വരാൻ തയ്യാറാവാറുണ്ട്.